ഹായ് മക്കളെ, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങളോട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കറിയാം, നമ്മളെ കേരളത്തിൽ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് സൈലം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സിസ്റ്റമായിരുന്നു നമ്മളെ ഹൈബ്രിഡ് സിസ്റ്റം. അപ്പോൾ എന്താണ് ഹൈബ്രിഡ് സിസ്റ്റം? എങ്ങനെയാണ് ഈ സിസ്റ്റത്തിൽ കുട്ടികൾ വർക്ക് ചെയ്യുന്നത്? എങ്ങനെയാണ് ഈ സിസ്റ്റം കുട്ടികൾക്ക് എൻട്രൻസിന് നല്ല സ്കോർ കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് നോക്കാം എന്താണ് ഈ ഹൈബ്രിഡ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഹൈബ്രിഡ് സിസ്റ്റത്തിൽ നമ്മൾ ചെയ്യുന്നത് ഓൺലൈൻ ഓഫ്ലൈൻ ഈ രണ്ട് പ്രിപ്പറേഷൻ നമ്മൾ കമ്പൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഡേ അവർക്ക് ഓൺലൈൻ സെഷനാണ് അല്ലേ? അപ്പോൾ ഫസ്റ്റ് ഡേയിൽ ഈ ഓൺലൈൻ സെഷനിൽ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിലും നല്ല കോൺസെപ്റ്റൽ ക്ലാരിറ്റി വരുന്ന രീതിയിലുള്ള വീഡിയോസ് നമ്മൾ ആപ്പിൽ, നിങ്ങളുടെ സൈലം ആപ്പിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ വീഡിയോസ് കണ്ടിട്ട് നല്ല കൃത്യമായിട്ട് എല്ലാ കോൺസെപ്റ്റും ക്ലിയർ ആവുന്ന രീതിയിൽ തന്നെയാണ് എല്ലാ വീഡിയോസും ഉള്ളത്. ആ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ ആദ്യം പഠിക്കുന്നു. ആ വീഡിയോസിൽ എങ്ങനെയാണുള്ളത്? തിയറി ഉണ്ട്, അതിനുശേഷം ആ തിയറി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് വരുന്നുണ്ട്. അപ്പോൾ തിയറി നിങ്ങൾക്ക് ആദ്യം ഒന്ന് നിങ്ങൾ കേൾക്കുക, ഇനി ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കേൾക്കാനൊക്കെ ഉള്ള അവസരമുണ്ട് അല്ലേ? അപ്പോൾ നന്നായിട്ട് നിങ്ങൾ ആ തിയറി പഠിച്ചതിന് ശേഷം നിങ്ങൾ പ്രോബ്ലത്തിലേക്ക് കടക്കുന്നു അല്ലേ? ആ പ്രോബ്ലമൊക്കെ നന്നായിട്ട് ചെയ്ത് നിങ്ങൾ പഠിക്കുന്നു. അതിനുശേഷം നെക്സ്റ്റ് ഡേയിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് അറിയോ? നമ്മൾ ഓഫ്ലൈൻ ക്യാമ്പസിലേക്ക് വരും അല്ലേ? അങ്ങനെ ഓഫ്ലൈൻ ക്യാമ്പസിലേക്ക് വന്നിട്ട് ആദ്യം നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? ഒരു എക്സാമിനേഷനാണ് അല്ലേ? ഒരു ഹാഫ് ആൻ അവർ ഡ്യൂറേഷനുള്ള ഒരു എക്സാമിനേഷൻ. ആ എക്സാമിനേഷൻ നമ്മൾ പക്ക JEE മെയിൻസ് പാറ്റേണിൽ തന്നെയാണ് അതിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ആ എക്സാമിനേഷൻ നിങ്ങൾ എഴുതുന്നു അല്ലേ? അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് ഡേ നിങ്ങൾ പഠിച്ച ടോപ്പിക്കിനെ ബേസ് ചെയ്തുള്ള എക്സാമിനേഷൻ ആണത് അല്ലേ? ആ എക്സാമിനേഷൻ എഴുതി കഴിയുന്ന സമയത്താണ് നിങ്ങൾക്ക് മനസ്സിലാവുക നിങ്ങളൊരു ദിവസം മൊത്തം ഓൺലൈൻ ഡേയിൽ പ്രിപ്പയർ ചെയ്തൊരു ടോപ്പിക് ഇല്ലേടാ മക്കളെ, ആ ടോപ്പിക്കിൽ ചില കോൺസെപ്റ്റിൽ എന്തൊക്കെയോ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു അല്ലേ? ചില പ്രോബ്ലംസ് വരുന്ന സമയത്ത് ആ കോൺസെപ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ? നിങ്ങൾക്ക് സ്വയം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ശരിക്കും നമ്മൾ ആ ഡെയിലി ടെസ്റ്റ് സീരീസ് നടത്തുന്നത് അല്ലേ? അപ്പോൾ അത് വളരെ സീരിയസ് ആയിട്ട് തന്നെ നിങ്ങൾ ആ എക്സാമിനേഷൻ എഴുതി അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് ചെറിയ ഒരു ക്ലാരിറ്റി കുറവുള്ളത്. ഓക്കെ, ആ സമയത്താണ് നിങ്ങളെ ക്ലാസ്സിലേക്ക് അധ്യാപകൻ വരുന്നു അല്ലേ? സാറ് നിങ്ങൾ ഓൺലൈൻ ഡേയിൽ പഠിച്ച അതേ ടോപ്പിക്ക് ഒന്നുകൂടി റിവൈസ് ചെയ്യുന്നു അല്ലേ? അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? അപ്പോൾ നിങ്ങൾക്ക് ഏതോ ഒരു ടോപ്പിക്കിൽ എന്തോ ഒരു ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു അല്ലേ? ഉടനെ തന്നെ നിങ്ങൾ നിങ്ങളുടെ കൈ പൊന്തിക്കുക, എന്നിട്ട് അധ്യാപകൻ വന്നിട്ട് നിങ്ങൾക്കത് ആ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഫേസ് ടു ഫേസ് ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷനാണ് നമുക്കവിടെ ക്ലാസ് റൂമിലും കിട്ടുന്നത്. ഇനി ഇൻ കേസ് ഏതെങ്കിലും ഒരു കുട്ടിക്ക് ക്ലാസ്സിൽ ഈ ഹോൾ ക്രൗഡിൻ്റെ മുന്നിൽ വെച്ച് ഡൗട്ട് ചോദിക്കാൻ ഒരു ചെറിയൊരു വിമുഖതയുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമ്മൾ ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ക്യാമ്പസിൽ വെച്ചിട്ട് നിങ്ങൾക്ക് അധ്യാപകനോട് നിങ്ങളെ എന്ത് സംശയമാണെങ്കിലും ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ള ഒരു ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻ നമ്മളിവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും അധ്യാപകനോട് നിങ്ങളുടെ സംശയം ചോദിച്ച് അത് ക്ലിയർ ആക്കാനുള്ള ഒരു അവസരം കൂടി നിങ്ങൾക്ക് ക്യാമ്പസിൽ കിട്ടുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാം മക്കളെ? അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നീറ്റ് എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കായിരുന്നു നമ്മൾ സൈലം ഈ ഒരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. വളരെ സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് അവിടെ നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ ഈ സിസ്റ്റത്തിന് പറ്റി. അതുകൊണ്ട് നമ്മൾ ഈ വർഷം ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായിട്ട് തന്നെ കുട്ടികൾക്ക് വേണ്ടി JEE എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സിസ്റ്റം, ഹൈബ്രിഡ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് സൈലമാണ്. എന്താണ് ഈ സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? റിപ്പീറ്റ് ചെയ്ത് ഒരു കോൺസെപ്റ്റ് പഠിക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് കിട്ടുക അല്ലേ? ഒരു കാര്യം തന്നെ നിങ്ങൾ ഓൺലൈനായിട്ട് വീഡിയോ കണ്ട് പഠിക്കുന്നു, ആ സെയിം സംഭവം തന്നെ, ആ കാര്യം തന്നെ അധ്യാപകൻ നിങ്ങൾക്ക് ഓഫ്ലൈൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് റിവൈസ് ചെയ്തു തരുന്നു.
നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് അധ്യാപകനോട് ഡൗട്ട് ചോദിച്ച് അത് ക്ലിയർ ചെയ്യുന്നു. ഇനിയും എന്തെങ്കിലും പ്രയാസം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങളെ സംശയം ക്ലിയർ ചെയ്യാനുള്ള ഒരു അവസരം കൂടി കിട്ടുന്നു. അതായത് 2 കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, കുട്ടികൾക്ക് പഠിക്കാൻ ഇനഫ് സമയം കിട്ടുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു വീക്കിൽ 6 ഡേയ്സ് മൊത്തം ക്ലാസ് അല്ലേ, ഒരു വീക്കിലി ഒരു ബ്രേക്ക് വന്നാൽ നിങ്ങൾക്ക് ഓരോരോ ഡേയിലും എടുക്കുന്നത് കൃത്യമായിട്ട് പഠിക്കാൻ സമയമുണ്ടാവുമോ? ഇല്ലാലോ അല്ലേ? അപ്പം നമ്മൾ വെറുതെ ക്ലാസ്സിലിരുന്ന കൊണ്ട് നമുക്ക് റിസൾട്ട് ഉണ്ടാവുമോ? ഇല്ല. നമ്മൾ പഠിച്ച കാര്യങ്ങൾ, നമ്മളെ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് പഠിച്ച് അത് റിവൈസ് ചെയ്ത് അത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് എൻട്രൻസ് എക്സാമിനേഷൻ റിസൾട്ട് ഉണ്ടാവുള്ളൂ അല്ലേ? അതിനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഹൈബ്രിഡ് സിസ്റ്റത്തിൽ കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്. അതായത് കുട്ടികൾക്ക് അവർ ക്ലാസ്സിൽ പഠിച്ച ഒരു കാര്യം, ഒരു ടോപ്പിക്ക് റിപ്പീറ്റ് ചെയ്തിട്ട് അവർക്ക് പഠിക്കാനുള്ള സമയം കിട്ടുന്നു. അങ്ങനെ ആ സ്കോറ് നമുക്ക് ഉയർത്താൻ സാധിക്കുന്നു. ഓക്കെ, ഇനി ഈ വർഷം ഞാൻ പറഞ്ഞല്ലോ JEE മെയിൻസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും നമ്മൾ ഈ ഒരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ബെനിഫിറ്റ് ആണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത് അല്ലേ. രണ്ടാമത്തെ ബെനിഫിറ്റ് എന്താണ്? നിങ്ങൾക്ക് ഒരേ ടോപ്പിക്ക് തന്നെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കാനുള്ള ഒരു അവസരമുണ്ട്. ഓൺലൈനിൽ നിങ്ങൾ കണ്ട സാധനം തന്നെ ഓഫ്ലൈനിൽ നിങ്ങൾ പഠിക്കുന്നു. ഇനി എന്തെങ്കിലും ഒരു സംശയം വന്നാൽ ആ വീഡിയോ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ നിങ്ങൾക്ക് ക്ലിയർ ആവൂലേ? ഈ 2 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ ഹൈബ്രിഡ് സിസ്റ്റത്തിനെ കുറിച്ച് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. ഓക്കെ, JEE മെയിൻസ് എന്ന് പറയുന്ന എക്സാമിനേഷനിലേക്ക് ഈ ഒരു സിസ്റ്റം നമ്മൾ കൊണ്ടുവന്ന സമയത്ത് സൈലം എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനം എന്തിനു വേണ്ടിയാണ് ശ്രമിക്കുന്നത് എന്നുള്ളത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. നമ്മളെ കേരളത്തിൽ നിന്ന് ഒരുപാട് IITiansഉം NITയിലൊക്കെ ഒരുപാട് സ്റ്റുഡൻസ് എത്തിപ്പെടണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് സൈലം ഈ ഒരു സിസ്റ്റം JEE മെയിൻസ് എന്ന് പറയുന്ന ഒരു എക്സാമിനേഷന് വേണ്ടി കൂടി ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ JEE മെയിൻസ് എക്സാമിനേഷൻ എഴുതുന്ന സമയത്ത് പലർക്കും ഒരാശങ്കയുണ്ട് അല്ലേ. എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എത്ര സ്കോർ ചെയ്യണം? നിങ്ങൾ പത്രവാർത്തകളിലൊക്കെ കാണുന്ന 99.9 അത് പെർസെൻറ്റേജ് അല്ല, പെർസെൻറ്റേജിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഒരു NIT സീറ്റ് കിട്ടാൻ നിങ്ങൾക്ക് മിനിമം എത്ര പെർസെൻറ്റേജിൽ സ്കോർ ചെയ്യണം, അതെങ്ങനെ സ്കോർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിലൊക്കെയുള്ള ആശങ്കകൾ പരിഹരിച്ചുകൊണ്ട് ഒരു അക്കാഡമിക് പ്ലാൻ ആണ് സൈലം ഇപ്രാവശ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചില ആളുകളെങ്കിലും അവർ വിചാരിക്കും എനിക്ക് +2 നല്ല മാർക്ക് ഉണ്ടാവും, നല്ല മാർക്ക് കിട്ടിയ കുട്ടികളായിരിക്കും. പക്ഷെ അവരും പറയും സാറേ എനിക്ക് കൺസെപ്ച്വൽ ക്ലാരിറ്റി കുറച്ച് കുറവാണ്, ചില കാര്യങ്ങളിൽ എനിക്ക് ചെറിയൊരു പ്രയാസമുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നം നമുക്ക് എങ്ങനെ പരിഹരിക്കാം? അതിന് വേണ്ടിയിട്ട് ഈ പ്രാവശ്യം സൈലം ചെയ്തിരിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ബേസിക് ഫണ്ടമെൻ്റൽസ് ആണ് ആദ്യം പഠിപ്പിച്ചു തുടങ്ങുന്നത്. നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം നടന്നിരിക്കുന്നത് കൊറോണ കാലഘട്ടത്തിലാണ് അല്ലേ. ചിലപ്പോൾ നിങ്ങൾ ഇപ്പം JEE മെയിൻസിന് ഈ വർഷം എൻറോൾ ചെയ്യാൻ പോകുന്ന ആളുകൾ 9th സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്ന സമയത്ത് ആയിരിക്കാം ആ കൊറോണ വന്നിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ മാത്തമാറ്റിക്സിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മിസ്സായി പോയിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ പ്രയാസം ചില കുട്ടികൾക്ക് തോന്നാം. പക്ഷെ നിങ്ങളൊന്നും പേടിക്കേണ്ട. അങ്ങനെ എന്തെങ്കിലും പ്രയാസം തോന്നുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷനാണ് സൈലം എന്ന് പറയുന്നത്. കാരണം നമ്മളിവിടെ ഡയറക്റ്റ് ആയിട്ട് JEE മെയിൻസ് എക്സാമിനേഷൻ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യല്ല. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ബേസിക് മാത്സ് ആണെങ്കിലും ഫിസിക്സിലാണെങ്കിലും കെമിസ്ട്രിയിലാണെങ്കിലും ഈ ഒരു എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ബേസിക് കാര്യങ്ങളും പഠിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ JEE മെയിൻസ് എന്ന് പറയുന്ന എക്സാമിനേഷന് കുട്ടികളെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, JEE മെയിൻ എന്ന് പറയുന്ന എക്സാമിനേഷൻ എഴുതാൻ നിങ്ങളെ പ്രേരിപ്പിച്ചൊരു സ്വപ്നമുണ്ട്. NIT, IIT, IISER പോലുള്ള സ്ഥാപനങ്ങൾ പഠിക്കുക എന്നുള്ളത്. ആ സ്വപ്നത്തിലേക്ക് നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളെ കൈപ്പിടിച്ച് നടത്താൻ സൈലം എന്ന് പറയുന്ന സ്ഥാപനമുണ്ട്. അതുകൊണ്ട് JEE മെയിൻസ് എക്സാമിനേഷന് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരെയും, നല്ല സ്കോർ നേടാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഞാൻ സൈലത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.